എല്ലാവർക്കും തെരുവ് സർക്കസിലേക്ക് സ്വാഗതം. അപ്പോ ആദ്യമായി ഇവിടെ തെരുവ് സർക്കസിലേക്ക് വരുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കണ്ണിലുണ്ണിയായ പരമു. അപ്പൊ ഈ പരമു വേറെ ഒന്നുമല്ല ഇവിടെ ചെയ്യാൻ പോകുന്നത്, അതിസാഹസ്യമായ അഭ്യാസമാണ് പരമു ഇവിടെ ചെയ്യാൻ പോകുന്നത്. നാട്ടുകാരെ, പരമു ഇവിടെ ഒരാഴ്ചത്തോളം ഇവിടെ ഈ സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ ചവിട്ടിക്കൊണ്ടിരിക്കും പരമു. ഞാൻ തന്നെയല്ല പരമു. മുക്കും പൂഞ്ചിറക് മുക്കും കാറ്റിക്കിളി കത്തിനെന്തിനുള്ള അല്ല, ഞാനിങ്ങനെ വീണ് കിടക്കാൻ വരുമ്പോ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരു പെണ്ണ് വരുമല്ലോ. എടി കസ്തൂരി, എന്നെ വന്ന് രക്ഷിക്കണേ. അത് ശരി, നിങ്ങളെല്ലാവരും ഇവിടെ കുത്തിയിരിക്കാണ്. ഇവിടെ ഒരാള് വീണ് കിടന്നിട്ട് ഒന്ന് പിടിച്ചെണീപ്പിക്കാനുള്ള മനസാക്ഷിയില്ലേ നിങ്ങൾക്കൊക്കെ? നിനക്ക് മനസാക്ഷിയുണ്ടോ? അപ്പൊ എന്നെ പിടിച്ചെണീപ്പിക്കടി, എന്റെ പേടയില് പോയടി. ഇതെന്താ എണീക്കാത്തെ? നിന്റെ കൈ പിടിച്ച് ഇങ്ങനെ തന്നെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. അഭ്യാസമൊക്കെ എന്റെ അടുത്ത് വേണ്ട, സൈക്കിളിന്റെ അടുത്ത് മതി. ഒറ്റ ചവിട്ടുണ്ടല്ലോ. നിനക്കിനോട് പണ്ടത്തെ സ്നേഹമൊന്നുമില്ല. എനിക്ക് പണ്ടും ഇഷ്ടമല്ലായിരുന്നല്ലോ. സ്നേഹമില്ലായിരുന്നോ? നീ ഉള്ളോണ്ടാ ഞാൻ ഈ സർക്കസിലായിരിക്കുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പരമുവേട്ടാ, എന്തോ ബോംബെ നഗരത്തിൽ സുരേഷ് ഉണ്ട്. സുരേഷിന്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഉണ്ട്. ബിസ്ക്കറ്റ്, പാല് ബിസ്ക്കറ്റ്, പാല്, പശുവും പാല്, പശു, പശു, കൊമ്പ്, ആന, കാട്, കുറ്റിക്കാട്, കുറ്റി, കരണക്കുറ്റി. ഇഷ്ടമാണെന്നും പറഞ്ഞ് വന്നേക്കരുത്. കസ്തൂരി 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 എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാ. പട്ടുടുത്ത് പൊട്ടു തൊട്ടു കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി ശമ്പുവേട്ടാ, ചെങ്കോട്ട തമിഴ്നാട്ടില്. ശമ്പുവേട്ടൻ എപ്പോഴും എങ്ങനെയാ? ഒന്ന് പറഞ്ഞ രണ്ടിന് കോമഡിയാ. അല്ല, ഈ സർക്കസിൽ ഇച്ചിരി കോമഡി ഒക്കെ വേണ്ടേ? ഞാനുണ്ട് കേട്ടാ. ഹലോ, സൈക്കിള് ചവിട്ടുന്ന സൈക്കിൾ ചവിട്ടും കേട്ടോ. ഞാൻ സൈക്കിൾ ചവിട്ടുക മാത്രമല്ല, ഞാനൊരു അഭ്യാസിയും കൂടിയാണ്. ഞാൻ ഈ ട്യൂബൊക്കെ കഴിക്കും. ഇവിടെ വെച്ചേക്ക് ചോറില്ലേ, അതെന്ത് ഇവ ട്യൂബൊക്കെ കടിച്ചു. സർക്കസ് തുടങ്ങാറായി, ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുക. സൈക്കിളിൽ കയറി. അരച്ചാൻ വയറിന് വേണ്ടി അതിസാഹസ്യമായ പ്രകടനമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഹലോ, നിന്റെ വയറിന്റെ അരിയെ മാത്രം നോക്കിയാ മതിയോ? ഞങ്ങളുടെ രണ്ടുപേരുടെ വയറ് അതിസാഹസ്യമായ പ്രകടനമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ മൈ ഗോഡ്, കയ്യടിയടാ, എന്ത് എല്ലാവർക്കും 5 മിനിറ്റ് ഇടവേള. അതന്നാ എനിക്ക് റെസ്റ്റ് എടുക്കാൻ. എത്ര നേരം ഇവിടെ കടന്ന് തല കുത്തി പറയാറുന്നില്ല. പോകാം, പോയി റെസ്റ്റ് എടുത്തോ. പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് നീ കുളിക്കാൻ വേണ്ടി ബക്കറ്റ് എടുത്ത് പോവാണാ? കുളിക്കാനല്ല, പിരിവിന് പോണതാ. പൊക്കോ. ചേച്ചി എന്തേലും കൊട്, ചേച്ചി എന്തേലും താ, ചേച്ചി എന്തേലും തരി. ചുഴലിക്കാറ്റ് പോലെ കറങ്ങുന്ന ഇതിന് എന്തേലും കൊടുക്ക് സാറേ. പിന്നെ എന്നെ തരാൻ എന്റെ പൈസ ഒന്നുമില്ല മോളെ. പോലും ഒരു 10ന്റെ പൈസ ഇല്ലേ? അല്ല, നമ്മള് ക്യാഷ് എങ്ങനെ കൊണ്ടു നടക്കാറില്ലല്ലോ. ഒരു മിനിറ്റ്, എല്ലാം ഫോണിലാ. ഫോൺ ആണാ? ആ, ഫോണിലാടാ. ചേച്ചി എന്താ
വേണോ അല്ലേ? വേണം. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ ചെയ്തുതരാം. എത്ര രൂപ? 10 രൂപ ഇട്ടിട്ടുണ്ടേ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 10 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദിയുണ്ടേ. അല്ല, അത് ശരിക്കും മമ്മൂക്കയല്ലേ പറയുന്നത്? പിന്നെ ഒരു 10 രൂപക്ക് വേണ്ടി ഇനി ഞാൻ അവിടെ നിന്ന് മമ്മൂക്കേനെ വിളിച്ചോണ്ട് വരാം. അടുത്തതായി നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ടായ പരമോട്ടന്റെ ഷോയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതിസാഹസികമായിട്ടാണ് പരമോട്ടൻ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇത് കൊച്ചു കുട്ടികൾ വല്ലതും ഉണ്ടെങ്കിൽ അനുഗ്രഹിക്കരുത്. അവരനുകരിച്ച നമ്മുടെ ജോലി പോവും. എനിക്ക് ജോലി വേണ്ടേ? അപ്പൊ ശങ്കുണ്ണൻ അടിപൊളിയായിട്ടാണ് ജീവൻ പണയം വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി, ശങ്കുണ്ണന് ഫുഡിനും വേണ്ടി. അപ്പൊ ശങ്കുണ്ണൻ ഈ കയറി കയറിന്റെ മുകളിൽ നടക്കും. ഒന്ന് കൈയടിക്ക്. എന്തുവാ ഒരാളുടെ സഹായമില്ലാതെയാണ് ഇതിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓ ശങ്കുണ്ണൻ, ഇതുവല്ല ഞാൻ ചെയ്താൽ മതിയായിരുന്നു. പോട്ടെ, കൈയടിക്കടാ. അടുത്തതായിട്ട് അടുത്തതായിട്ട് പരമുവിന്റെ മാജിക് ആണ്. എല്ലാരും കണ്ടോളൂ. ചെന്നോ അയ്യോ, ഇത് ഒരു വെള്ളത്തോർത്തല്ലേ അല്ലേ? ഇതിപ്പോ ചുമക്കാൻ പോകുകയാണ് വെറും 2 സെക്കൻഡും കൊണ്ട്. നിങ്ങൾ എല്ലാരും കണ്ടുകൊള്ളൂ. 1 2 3. ഇതിപ്പോ നീ വെള്ളത്തോർത്ത് ചുമക്കുന്ന തോർത്താക്കാൻ പോകുന്നില്ലേ പറഞ്ഞ? അല്ല, ചുമക്കാൻ അല്ല, ചുമക്കാൻ ചുമന്നില്ലല്ലോ അത്. ഞാൻ ചുമന്നുകൊണ്ട് നിക്കല്ലേ വെള്ളത്തോർത്ത്. അപ്പൊ ചുമത്തില്ലേ? ഈ ചുമക്കുന്ന ആരോടാ പറഞ്ഞ? ഇനിയുണ്ടോ മാജിക്? ഇനിയില്ല. ബാക്കി സ്കിറ്റ് കാണാം. അവിടെ തന്നെ വെക്കണ്ടേ? എടാ, എന്റെ മാജിക് കണ്ടിട്ടേ കുറച്ച് പേര് നോട്ടുമാലയും കൊണ്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ എനിക്ക് പറയണ്ടേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ മാത്രം ചെയ്താ മതി കേട്ടോ. നോട്ടുമാല അടുത്തേക്കൊന്ന് പോയിട്ട് വരട്ടെ. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂ. ഈ കഷ്ടപ്പെടുന്ന നമ്മൾക്ക് ഒരു നോട്ടുമാല പോലും ഇല്ലല്ലോ. അത് തന്നെ ശംഭു ഏട്ടാ. അല്ല, പരമേട്ടൻ എന്തിയേ? നിങ്ങൾ ഞാൻ നോക്കണ്ട. അതെന്ത്? എന്റെ വെള്ളത്തോർത്ത് ചുമക്കുന്ന ഇഷ്ടപ്പെട്ട ഏതോ ഒരാള് ദാണ്ട എന്നെ ചുമന്നോണ്ട് പോന്നേ. അയ്യോ. ഇനി അടുത്തതായി ഫയർ എസ്കേപ്പോ? നാട്ടുകാര് തീയിട്ട് കൊല്ലണേന് മുമ്പ് ഓടി രക്ഷപ്പെട്ടോ.